തൃശൂർ വടക്കാഞ്ചേരിയിൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോഴ വിവാദം. LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മാസ്റ്ററുടെ ശബ്ദരേഖ പുറത്ത്. കൂറുമാറാൻ തനിക്ക് പണം ഓഫർ ചെയ്തിട്ടുണ്ട്. ജാഫർ കോൺഗ്രസ് നേതാവിനോട് ഇങ്ങനെ പറയുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ലല്ലോ, സ്വതന്ത്രനാണ് പ്രസിഡന്റ്, അല്ലാതെ CPM അല്ല പ്രസിഡന്റ്. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ഞാനേ എന്റെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അത് സെറ്റ് ആവാനുള്ള ഒരു ഓപ്ഷൻ വരികയാണ്. ഇവിടെ 50 ലക്ഷമാണ് ഇപ്പൊ ഓഫർ കൊടുക്കും, 1-2 റുപ്യല്ല. ഇതൊക്കെ ഇയാണെങ്കിൽ എന്റെ കണ്ണ് മഞ്ഞളിക്കും. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, ഈ എന്താ വിചാരിച്ച് പ്രസിഡന്റ് എന്ന് പറയുമ്പോ? അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുമ്പോ അതിന്റെ പവർ എന്താന്ന് നടക്കല്ലോ അറിയാം. ഇതാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ കൂടെ നിന്നാ അത് നറുക്കെടുത്താലേ കിട്ടുള്ളൂ. ഇതാകുമ്പോ ഒന്നും അറിയണ്ട, നമ്മളവിടെ പോയിരുന്ന് കസേരയിൽ കയറിയിരുന്നാ മതി. ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച ജാഫർ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫയോടാണ് ഫോണിൽ സംസാരിച്ചത്. മുസ്തഫയുടെ പ്രതികരണവും നമുക്ക് കേൾക്കാം. വടക്കാഞ്ചേരി ബ്ലോക്ക് വരവൂര് ഡിവിഷനിൽ നിന്നും വിജയിച്ച് രാജിവെച്ച ജാഫർ ഇന്നലെ പറയുകയുണ്ടായി, ഞാൻ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വോയിസുകളും കാര്യങ്ങളും തെളിവുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവൻ പല ആളുകളോടും എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അതല്ലെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് ആവാൻ എനിക്ക് ഓഫറുണ്ട് എന്നുള്ളത് ഇവൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിരുന്ന തെളിവുകളുണ്ട്. അങ്ങനെയല്ല ഇന്ന് ഇനി CPMകാർ തെളിയിക്കണം. കാരണം ജാഫർ ഇങ്ങനെ പറഞ്ഞ കാര്യവും ഈ CPMന്റെ നേതാവ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതും നിങ്ങൾ തെളിയിക്കണം. അതല്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ആ കസേരയിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. ഒരു വെല്ലുവിളി പോലെ ഞങ്ങൾ പറയുകയാണ്, ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെങ്കിൽ ജനങ്ങളിൽ ഇതിൽ വിധി എഴുതും. MS ലിഷോയ് ടെലിഫോൺ ലൈൻ ചേർന്ന വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഓരോ വെല്ലുവിളികൾ ഓരോ ഭാഗത്തു നിന്നായി വരികയാണല്ലോ. മോദി, ഗുഡ് മോർണിംഗ്. അതായത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDFും UDFും സമാസമമായതിനെ തുടർന്നാണ് എങ്ങനെയും ഭരണം പിടിക്കുക എന്ന ഒരു നിലപാടുമായി ഇരു കക്ഷികളും മുന്നോട്ട് വന്നിരുന്നത്. അങ്ങനെയാണ് ഈ ലീഗ് സ്വതന്ത്രൻ ഈ UDFന്റെ 7 പേരിൽ ഉൾപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ലീഗ് സ്വതന്ത്രനെ ചാക്കിട്ട് പിടിച്ച് ഈ LDF ഭരണം നേടാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം രംഗത്ത് വരുന്നത്. അതായത് ഇതിപ്പോൾ ഈ ശബ്ദരേഖ എന്ന് പറയുന്നത് ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജാഫർ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ മുസ്തഫയും തമ്മിലുള്ളതാണ്. അപ്പോൾ മുസ്തഫയോട് പറയുകയാണ്, UDFിനൊപ്പം നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നും കിട്ടില്ല, നറുക്കെടുപ്പിലൂടെ ഒരുപക്ഷെ UDF ഭരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിക്കും, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷെ LDFിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തനിക്ക് 50 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമോ തനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ ശബ്ദരേഖ കോൺഗ്രസ് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ അനിൽ അക്കരെ കോൺഗ്രസ് നേതാവ് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ അട്ടിമറി നടന്നിട്ടുണ്ട്, പണം നൽകി ഇത്തരത്തിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ജാഫർ ഈ LDFിന് അനുകൂലമായി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജാഫർ ഹാജരാവാതിരിക്കുകയും ചെയ്തു. അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും LDFിന് ലഭിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ജാഫർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വം തന്നെ രാജിവെച്ചു. പക്ഷെ അതിനുശേഷം പറഞ്ഞത് തനിക്ക് പണമൊന്നും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പണം വാങ്ങിയല്ല താൻ ഇത്തരത്തിൽ ഈ ഒരു വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ശരി.